ഗുണങ്ങളാണ് വാസ്തവത്തിൽ ഈ സംസാര ബന്ധം രചിക്കുന്നത്. ഗുണങ്ങളാണ്. അത് മനസ്സിലാക്കി തുര്യത്തിൽ ഉറച്ചു നിന്ന് ഇത് രണ്ടും എൻ്റെ അല്ല, എൻ്റെ അല്ല, എന്നിലില്ല, എന്നിലില്ല, എനിക്കും ഇവയ്ക്കും കൂടി ഒരു സംബന്ധവുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നല്ലപോലെ. ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടല്ലോ, ഈ ദൃശ്യപ്രപഞ്ചം ജാഗ്രത് പ്രസവിച്ചുണ്ടാക്കുന്നതാണ്. ശ്രദ്ധിക്കുമോ പറഞ്ഞ്? ജാഗ്രത് പ്രസവിച്ചുണ്ടാക്കുന്നതാണ് ദൃശ്യപ്രപഞ്ചം. ഏതുപോലെ? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മനസ്സ് തന്നെത്താനെ ഒരു പ്രപഞ്ചം രചന ചെയ്യുന്നുണ്ടല്ലോ അവിടെ. അത് നമ്മുടെ മനസ്സാണ് രചിച്ചതെന്ന് നിങ്ങൾ സമ്മതിക്കില്ലേ? സമ്മതിക്കും. അതേ മനസ്സ് തന്നെയാണ് ഉണർന്നിട്ട് ഈ സ്ഥൂല രൂപത്തിലുള്ള പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നത്. ഈ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ആവശ്യമില്ല. സ്ഥൂല പ്രപഞ്ചത്തെ പോലും രചിക്കുന്നത് ജാഗ്രതാണെങ്കിൽ ജാഗ്രതയുടെ ഉത്പത്തി സ്ഥാനം കണ്ടുപിടിച്ചാൽ പോരെ. അങ്ങനെയാണ് നമ്മൾ ആത്മാവിലെത്തുന്നത്. അപ്പം കണ്ണടച്ച് ധ്യാനിച്ച് മനോവൃത്തികളെല്ലാം ഉപശമിച്ച് മനസ്സും ബുദ്ധിയും ഒന്നുമില്ലാതെ ഇളകാതെ നമ്മൾ നമ്മുടെ ഉള്ള ആനന്ദത്തിൽ മുങ്ങി 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 ലഗ്നരായി അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ എത്തി? പ്രപഞ്ചം ഉത്പത്തിയാകുന്നതിന് മുൻപ് എന്ത് സ്ഥിതിയായിരുന്നോ അതിലെത്തി. പ്രപഞ്ചം മുഴുവൻ ലയിച്ചു കഴിഞ്ഞാൽ എന്ത് സ്ഥിതി വരുമോ അവിടെ എത്തി. അവ്യക്താദ്വ്യക്തയഃ സർവാഃ പ്രഭവന്ത്യഹരാഗമേ. ആ അവ്യക്തതയിൽ നിന്നാണ് ഈ വ്യക്തപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മനസ്സ് ഉണരുമ്പോഴാണ് ഈ വ്യക്തത വരുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാലോ ഒക്കെ അവ്യക്തമായി. പക്ഷെ ഉറക്കം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ പ്രപഞ്ചവൃത്തികളിൽ നിന്നൊക്കെ പിൻവലിപ്പിച്ച് അങ്ങോട്ട് ശാന്തമായിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഉത്പത്തി സ്ഥാനം കണ്ടുപിടിക്കാനുള്ള വഴി. വസിഷ്ഠൻ ശ്രീരാമനോട് പറയാണ്, എന്ത്? ചിത്തം ചിത് ഭക്ഷിതം കൃത്വാ ചിത്താദപി പരോ ഭവ. നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ചിത് ഭക്ഷിതം കൃത്വാ. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? മനസ്സ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തന ഘടകമാണ്. എന്തിൻ്റെ? ചേതനയുടെ, കോൺഷ്യസ്നെസ്സിൻ്റെ. അപ്പം ആ ചിത്തം എന്ന് പറയുന്നതിനെ ചിത് ഭക്ഷിതം കൃത്വ. എടോ മനസ്സേ, തൻ്റെ വാസ്തവ രൂപം എന്താ? ചിത്താണ്. ആ ചിത്തിൽ പ്രപഞ്ചത്തിൻ്റെ പതിപ്പുകൾ വരുമ്പോഴാണ് അതിനെ ചിത്തം എന്ന് നാം പറയുന്നത്. അതൊന്ന് തടിച്ച മാതിരി തോന്നുകയാണ്. ഒരു തടാകത്തിൽ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ അതിൽ ഛായാരൂപത്തിൽ പ്രതിബിംബിക്കും. അങ്ങനെ പ്രതിബിംബിച്ചത് കൊണ്ട് വെള്ളത്തിന് തടിപ്പ് കൂടുമോ? കൂടില്ല. കണ്ണാടിയുടെ മുമ്പിൽ പ്രതിബിംബം വന്നതുകൊണ്ട് ആ കണ്ണാടിക്ക് കനം കൂടുമോ? കൂടില്ലല്ലോ. നമ്മുടെ മനസ്സിൽ മാത്രം ഈ പ്രപഞ്ചം പ്രതിബിംബിക്കുമ്പോൾ എന്തിനാ ഈ മനസ്സിന് കനം കൂടണേ? പക്ഷെ വിചാരം എന്താ? കൂടിയെന്നാണല്ലോ. അത് തെറ്റാണെന്നുള്ളത് ബോധിക്കൂ, മനസ്സിലാക്കൂ. ചിത്തം ചിദ്ഭക്ഷിതം കൃത്വാ ചിത്താദപി പരോ ഭവ. ആ മനസ്സിൻ്റെയും മുകളിലേക്ക് പോകൂ. ഉന്മന്യ അവസ്ഥ എന്നൊക്കെ അതിന് പറയുക. നമുക്കിപ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് പരുങ്ങലേ അറിയുള്ളൂ. മനസ്സിനെ തന്നെ ഇല്ലാതെയാക്കി തീർക്കുന്ന ഒരു നിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധാരണ ആരും പുറപ്പെടാറില്ല. പക്ഷെ മനുഷ്യന് അതിനുള്ള ശക്തിയുണ്ട്. ചിത്തം ചിത് ഭക്ഷിതം കൃത്വാ ചിത്താദപി പരോ ഭവ പരം പൗരുഷമാശ്രിത്യ നീത്വാ ചിത്തം അചിത്തതാം. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പരം പൗരുഷമാശ്രിത്യ. നമുക്ക് പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിൽ അന്തർഗതമായി കിടക്കുന്ന ശക്തിയാണത്. അതിനെ പരം പൗരുഷം. സാധാരണ നമ്മുടെ ശക്തി എന്തിനാ? റിസൽ ചെയ്യാനും നടക്കാനും പിടിക്കാനും ഓടിക്കാനും ചാടിക്കാനും ഫാക്ടറി ഇടാനും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അത് ഭൗതികമായിട്ടുള്ള ഒരു പൗരുഷമാണ്. ഇത് പരം പൗരുഷം. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആ ഉൾഘടകങ്ങളെ വേണ്ടതുപോലെ മെരുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന പരം പൗരുഷമാശ്രിത്യ എന്തു വേണം? നീത്വാ ചിത്തം അജിത്തതാം. ഈ പ്രയോഗത്തിനൊക്കെ ഞാൻ ഈ ഭാരതീയരെ എത്ര സ്തുതിച്ചാലും പോരാ. നീത്വാ ചിത്തം അജിത്തതാം. ആ മനസ്സിനെ അജിത്തതാം, മനസ്സില്ലാത്ത നിലയിലേക്ക് അങ്ങോട്ട് നയിക്കൂ എന്നാണ് പറയുന്നത്. അതാണല്ലോ ഈ സമാധി. ഒരു ദിക്കിലിരുന്നു ഈശ്വരൻ്റെ നാമങ്ങൾ ചൊല്ലി. ഇപ്പോൾ വാൽമീകി എന്താ ചെയ്ത്? രാമ 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 ജപിച്ച് എന്തായി? ശബ്ദം കുറഞ്ഞു. രാമ 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 രാമ. പിന്നെയോ ഉള്ളിൽ മാത്രമായി ജപം.
പിന്നെയോ ജപത്തിന് കനം കുറഞ്ഞു. എന്നിട്ടോ വേഗത കുറഞ്ഞു. അവസാനം നിന്നു. എന്തായി അപ്പോൾ? മനസ്സിനൊരു ജപം കൊടുത്തു. ആ ജപം ഉറക്കെ ജപിച്ചു, പിന്നെ ശബ്ദം കുറച്ച് ജപിച്ചു, പിന്നെ ഉള്ളിൽ ജപിച്ചു. അതിന് വേഗത കുറച്ചു, അതിൻ്റെ കനം കുറച്ചു, സ്പീഡ് കുറച്ചു, അവസാനം നിന്നു. അപ്പം മനസ്സ് പോയില്ലോ. മനസ്സിന് മീതെയുള്ള നിലയിലെത്തിയില്ലേ? നീത്വാ ചിത്തമചിത്തതാം താം മഹാപദവീമേഹി. നോക്കൂ, താം മഹാപദവീമേഹി. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? താം മഹാപദവീമേഹി. രാമ, ആ മനസ്സിനെ മനസ്സില്ലാത്ത നിലയിലെത്തിച്ച് ആ മഹത്തായിരിക്കുന്ന പദം നീ പ്രാപിക്ക്. എന്താ മഹത്തായിട്ടുള്ള പദം? എത്ര നാസി നചേതരത്. എവിടെയാണോ നീയില്ല, വേറെ ഒന്നുമില്ല, നീയൂല്ല, വേറെയും ഒന്നുമില്ല. അങ്ങനെ ഒരു നിലയുണ്ട്. അതെവിടെയാ? എല്ലാവരുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, അന്തരംഗത്തിൽ, അന്തരാത്മാവിൽ. അപ്പം ജാഗ്രതാണ് ഈ പ്രപഞ്ചത്തെ പ്രസവിക്കുന്നത്. ആ ജാഗ്രത്തിൻ്റെ ഉത്പത്തി സ്ഥാനം കണ്ടുപിടിക്കാൻ പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലാണ്. അഹങ്കാരകൃതം ബന്ധം ആത്മനഃ അർത്ഥവിപര്യം വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതസ്ത്യജേത്. ഭാഗവതന്മാരെ, ഭക്തന്മാരെ, തത്വജിജ്ഞാസുക്കളെ, ഗൃഹസ്ഥന്മാരെ, കേൾക്കൂ, ഇത് ഗ്രഹിക്കൂ. ഭാഗവതമാണിത് പറയുന്നത്. അഹങ്കാരകൃതം ബന്ധം ആത്മനഃ അർത്ഥവിപര്യം. ഈ അഹങ്കാരകൃതമാണ് നമ്മുടെ ബന്ധം മുഴുവനും. എന്താ ഈ അഹങ്കാരകൃത ബന്ധം എന്ന് പറഞ്ഞാൽ? ബുദ്ധിയോട് നമുക്ക് തോന്നുന്ന ചേർച്ച. ആ ബുദ്ധിയുടെ വ്യാപാരങ്ങളാണ് ഞാൻ, നീ, ഇവൻ, അവൾ എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ വ്യവഹാരത്തിന് ഞാൻ ഇതിന് മുൻപിലും പറഞ്ഞു കാണും. ഇവിടെ ഞാൻ എന്നുള്ളത് ഒരു റെഫറൻസ് പോയിന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ. എന്താ ഈ റെഫറൻസ് പോയിന്റ്? എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു ഭാവം വേണം, കാണുന്നവൻ. കാണപ്പെടുന്ന നിങ്ങൾ നീ. അപ്പം ഞാൻ ഇവിടെയാണെങ്കിൽ നീ അവിടെയാണ്. ഇവനും അവളും അവരൊക്കെയോ അത് ഇവിടെയും അവിടെയാണ്. ഇങ്ങനെ 3 എണ്ണം സർവനാമ ശബ്ദങ്ങളാണ്. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലോ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ എന്ന് പറയും. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സണൽ റെഫറൻസിനാണ് ഞാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഒരു റെഫറൽ പോയിൻ്റാണ്. ഉടനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്തിനാ? ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാൻ നീ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നീ ഉണ്ടോ? ഒരു റെഫറൻസ് ആയിട്ടല്ലേ ഞാൻ നീ എന്ന് പറയുന്നുള്ളൂ. അതുപോലെ റെഫറൻസ് ആയിട്ടാണ് ഞാൻ എന്ന് പറയുന്നതും. അതിന് നിങ്ങൾ വിചാരിക്കുകയാണ് കരിമ്പന പോലെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന്. അതാര് പറഞ്ഞു നിങ്ങളോട്? ശബ്ദം കൊണ്ട് പരാമർശിക്കാനും മനസ്സുകൊണ്ട് ചിന്തിച്ച് ഗ്രഹിക്കാനും വേണ്ടി ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ? എല്ലാവരോടും എനിക്ക് സംസാരിക്കണം. അപ്പം എന്നെ ഞാൻ എങ്ങനെ പരാമർശിക്കും? ഞാൻ എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നു. അപ്പം ഞാൻ പരാമർശിക്കുമ്പോൾ ആ വാക്ക് അവിടെ മൂർത്തിമത് ഭാവം അവിടെ ജനിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം ഞാൻ സൺ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ സണ്ണുണ്ടോ? എലിഫൻ്റ് എന്ന് പറയുമ്പോൾ, സൂര്യൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ സൂര്യനുണ്ടോ? ആന എന്ന് പറയുമ്പോൾ ആനയുണ്ടോ? സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ എന്ന് പറയുമ്പോഴോ ഞാനും ഇല്ല. അതൊരു പ്രത്യയമാണ്. ആ പ്രത്യയത്തിന് നിങ്ങൾ ഒരു മൂർത്തിമത് ഭാവം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുക അതിന് ബുദ്ധി കണ്ടുപിടിക്കണതൊക്കെയായി. എന്ത് ബുദ്ധി കണ്ടുപിടിക്കണതൊക്കെ അങ്ങനെയായി. ആ ബുദ്ധിയുടെ വ്യാപാരങ്ങളെ സ്വവ്യാപാരമെന്ന് കരുതി കുഴങ്ങുക മനുഷ്യൻ. ബുദ്ധിക്ക് വേണ്ടി പലതും സങ്കല്പിക്കും, പറയും. അതിലൊക്കെ ഞാൻ പെട്ടു എന്ന് വിചാരിച്ച് വിഷമിക്കുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി, ആദ്യം ആ പെൺകുട്ടി ഞാൻ മകൾ എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടായപ്പോൾ അമ്മ എന്ന് പറഞ്ഞു, മുത്തശ്ശി എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ ഉള്ളിൽ കന്യക, ഭാര്യ, അമ്മ, മുത്തശ്ശി, ഈ 4 എണ്ണം ഉള്ളിലുണ്ടെന്നാ പറയണേ. കരിമ്പനിയും ഗോമാവും പുളിമാവും പോലെ. എന്ത് വിട്ടിത്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരേ ആൾ തന്നെയാണ് ഈ കന്യകയായിരുന്നത്, ഭാര്യയായത്, അമ്മയായത്, മുത്തശ്ശിയായത്. ഇതൊക്കെ വാക്കുകളും സ്ഥാനമാനങ്ങളും അല്ലാതെ വ്യക്തികളുണ്ടോ അവിടെ? ഇല്ലല്ലോ. അതുപോലെയാണ്. അപ്പോൾ ഈ ബുദ്ധി പല വിധത്തിലുള്ള വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ ആ ബുദ്ധി വ്യാപാരങ്ങൾ മുഴുവൻ എൻ്റെ വ്യാപാരമാണ്, സ്വവ്യാപാരമാണെന്ന് കണക്കാക്കണം. എന്നിട്ടോ അർത്ഥവിപര്യം. സർവത്ര കുഴപ്പ. നിങ്ങളൊരു പുലിയെ കണ്ടാൽ പുലിയാവും. പുലിയെ കണ്ടല്ലേ ഉള്ളൂ.
പുലിയെ കണ്ടപ്പോൾ ഒരു പുലി നമ്മുടെ ഉള്ളിൽ കൂടി അവിടെ ഒരു പുലിയായി കണ്ടിട്ടേ ഉള്ളൂ. പുലി എവിടെയാണ്? അതൊരു പ്രത്യയം മാത്രമാണ്. ബുദ്ധിയുടെ ഭാവനകളിലൊന്നും ഒരു മനുഷ്യനെ ആ ഭാവനകളാക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ എന്തു വേണം? വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതസ്ത്യജേത്. കേൾക്കണുണ്ടോ നിങ്ങളിത്? ഈ സംഗതി മനസ്സിലാക്കുന്നവനാണ് വിദ്വാൻ. വിദ്വാൻ അറിഞ്ഞതിന് ശേഷം എന്തു വേണം? സംസാര ചിന്താം നിർവിദ്യ. ഈ അനവധിയുണ്ട് എന്ന് പറഞ്ഞ് തോന്നിക്കുന്നതായ ഈ സംസാരമുണ്ടല്ലോ, ആ സംസാരത്തെ തുര്യേ സ്ഥിത, ബുദ്ധിയും മനസ്സും രചിക്കുന്ന ഭാവനകളോട് താതാത്മ്യം തോന്നി അത് മുഴുവനും തനിക്കുണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പുലിയെ കണ്ടതുകൊണ്ട് താൻ പുലിയാവോ? ആവില്ലല്ലോ. ഞാൻ ഉണർന്നിരുന്നത് കൊണ്ട് ആ ഉണർവുള്ള അനുഭവങ്ങൾ മുഴുവൻ ഞാനായിത്തീരുക എന്നില്ല. അപ്പോൾ ഇതിൻ്റെ സത്യം മനസ്സിലാക്കി ബുദ്ധിയുടെ പിന്നാലെ ഈ താതാത്മ്യത്തോടു കൂടി നമ്മളിങ്ങനെ പോയാൽ എന്തുവരും? വിപരീത ഫലങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി നിർവേദം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒരു വൈരാഗ്യം, അതിനോടൊക്കെ ഒരു വൈമനസ്യം തോന്നി. സംസാര ചിന്താം തുര്യേ സ്ഥിത ത്യജേത്, ഉപേക്ഷിക്കണം. എന്തിനെ? സംസാര ചിന്താം വിദ്വാൻ. ആ അറിവ് വേണ്ടതുപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി അറിവാളിയായതിനു ശേഷം തുര്യേ സ്ഥിത, ഈ ജാഗ്രതുമല്ല സ്വപ്നവുമല്ല സുഷുപ്തിയുമല്ല, അവ മൂന്നും ജനിപ്പിക്കുന്നവനും അവയ്ക്ക് സാക്ഷിയായിരിക്കുന്നവനുമായ ആ തുര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സംസാര ചിന്തയെ അങ്ങോട്ട് വിട്ടുകളയുമെന്ന്. സംസാര ചിന്തയെ വിടൂന്നാ പറയണത് ഇവിടെ. സംസാരത്തിന് വിടൂന്നല്ല. സംസാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ആവലാതികളാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. ഇപ്പം നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങളൊക്കെ പുറമേ ഇരിക്കുന്നത്, ആവലാതി നിങ്ങളുടെ മനസ്സിലാണ്. അപ്പോൾ വാസ്തവത്തിൽ അവരാണോ നിങ്ങളുടെ ആവലാതി, അതോ അവരെ ചൊല്ലി നിങ്ങളുടെ മനസ്സ് രചിക്കുന്നതോ ആവലാതി? അപ്പം സംസാരം ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കണില്ല. സംസാരം എന്ന് പറയുന്ന ചിന്തയാണ് നമുക്ക് വിഷമം. ആ ചിന്തയെ തുര്യേ സ്ഥിത ത്യജേത്. നിങ്ങളുടെ ഇരിപ്പ് തുര്യത്തിലാകട്ടെ, നിങ്ങളുടെ വിശ്രമം തുര്യത്തിലാകട്ടെ, നിങ്ങളുടെ ആശ്രയം താതാത്മ്യം തുര്യത്തിലാകട്ടെ, അല്ലാണ്ട് ഈ മൂന്നിലുമല്ല. ഈ മൂന്നും നിങ്ങളല്ല എന്ന് വന്നാൽ പിന്നെ വിടാൻ എന്താ വിഷമം? നിങ്ങളൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ട്, പിന്നീട് മനസ്സിലായി ആ ഷർട്ട് നിങ്ങളുടെയല്ല വേറൊരാളുടെയാണ്. അപ്പോൾ വേറൊരാളുടെയാണ് ഷർട്ട് ഞാൻ ധരിച്ചിരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അഴിച്ചങ്ങോട്ട് മാറ്റും. അപ്പം നമ്മുടെ അല്ല ഇതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെത്താനെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവുമല്ലോ. അപ്പോൾ ഉപേക്ഷിക്കാനുള്ള വഴി അറിവാണ്. തൻ്റെ സ്വത്വം, തൻ്റെ ഐഡൻറ്റിറ്റി, അസ്മിത, അത് മനസ്സിലാക്കുന്നതാണ് ഇതിനുള്ള വഴി. ഈ മൂന്നവസ്ഥകളും നമ്മളെ അതിന് സഹായിക്കുന്നതാണ്. കാര്യം ഈ മൂന്നവസ്ഥയില്ലെങ്കിൽ നമ്മൾ അറിയില്ല. ഒന്ന് വിട്ട് വേറെ ഒന്നിലേക്ക് പോകുന്നത് ആ രണ്ടെണ്ണത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കണം എന്ന് മനസ്സിലാവുകയാണ്. ഈ മൂന്നുമല്ലാത്ത നാലാമതൊന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ എന്നാണ് മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നത്. ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ. അത് ശാന്തമാണ്, ശിവമാണ്, അദ്വൈതമാണ്, നാലാമത്തേതാണ് സ ആത്മാ സവിജ്ഞേയ. അതാണ് വാസ്തവത്തിൽ ആത്മാ. അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ മതം ഗതം എന്നൊന്നും പറയുന്നതല്ല, ഇവിടെ അറിവാണ് ചോദ്യം. നമ്മളൊക്കെ അറിവില്ലായ്മയിൽ കിടന്ന് കളിക്കുക. ആ അറിവില്ലായ്മ വിട്ട് തത്വവിചാരം അവലംബിച്ച് ശരിയായിട്ടുള്ള പ്രബോധാവസ്ഥയിൽ ചെന്ന് എത്തിച്ചേരണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇനി കൃഷ്ണൻ പറയുക, ഈ സംസാര ചിന്തയെ വിടണം എന്ന് പറയണമല്ലോ. ഇത് വിടാൻ പറ്റുമോ പറ്റില്ലേ എന്നൊരു ചോദ്യം. ഇവിടെയാണ് ബുദ്ധിയുടെ പ്രവർത്തനം വരുന്നത്. അതുവരെ നിങ്ങൾക്കൊന്നും വേണ്ട. മനസ്സ് മതി, ഭക്തി മതി, ഭാവസമ്പന്നത മതി. ഈ ഒരു ഭാഗം എത്തുമ്പോൾ ബുദ്ധി കൊണ്ടുള്ള തത്വവിചാരം ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കാതെ പറ്റില്ല. യാവന്നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭി ജാഗർത്യപി സ്വപന്നജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. ഞാൻ ഈ ശ്ലോകം വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെയാ തോന്നിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഭാഗവതത്തിലാണ് ഈ പ്രസ്താവന. എന്താ ഇവിടെ പറയണേന്നറിയോ? യുക്തി വിചാരം കൊണ്ട് വേണം ജീവിതത്തിൽ ഈ മാറ്റം വരുത്തി തീർക്കാൻ. വേറെ ഒരു വഴിയില്ല എന്നാ പറയുന്നത്. നമ്മൾ എത്ര തീർത്ഥാടനത്തിലേക്ക് പോയാലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, ബുദ്ധി കൊണ്ട് ആലോചിച്ച് യുക്തിസഹമായി കാര്യങ്ങളെ പരിഗണിച്ച്
ഇത് ഇല്ലാത്തതാണ്, മിഥ്യയാണ് എന്ന് മനസ്സിലാക്കണം. കൃഷ്ണൻ തന്നെ പറയുകയാണ്, യാവൻ അനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഹി. എത്രത്തോളം കാലം മനുഷ്യന് പുംസഃ നാനാർത്ഥധീഹി, പലതുമുണ്ട് എന്നുള്ള ബുദ്ധി, പലതുമുണ്ട് എന്നുള്ള വിചാരം, ന നിവർത്തേത, മടങ്ങുന്നില്ലയോ, ഇല്ലാതെയായിത്തീരുന്നില്ലയോ. എങ്ങനെ? യുക്തിഭിഹി, 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 യുക്തിയുടെ ബലത്താൽ, by the process of rationality, by the process of inference. As long as the feeling about plurality and multiplicity does not return, does not get dissolved എന്നാണ് ഇതിനർത്ഥം. യുക്തിപൂർവം താത്വികമായി ആലോചിച്ച് ആ ആലോചനയുടെ പ്രഭാവത്താലും സ്വാധീനത്താലും മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം കാലം ഈ നാനാത്വബോധം ഇല്ലാതെയാവുന്നില്ലയോ, ഇല്ലാതെയാവുന്നില്ല. അതങ്ങനെ നിന്നുകൊണ്ടിരുന്നാൽ നടക്കില്ല ആ കാര്യം. അപ്പോൾ യുക്തി കൊണ്ട് തന്നെ വേണം അതിനെ കളയാൻ. ജാഗ്രത പ്രസവിക്കുന്നതാണ് ഈ ലോകം. ജാഗ്രതത്തിന് തന്നെ സ്ഥായിയായ ഭാവമില്ല. കുറേ മണിക്കൂറുകളെ നാം ഉണർന്നിരിക്കുന്നുള്ളൂ. ആ ജാഗ്രതനെ മുഴുവൻ മായ്ക്കുന്നതാണ് സുഷുപ്തി എന്ന് പറയുന്ന അനുഭവം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച് ഞാൻ കാണുന്ന ലോകം ആ മനസ്സിൽ തന്നെ മാച്ചു കളയപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് എന്ത് വിലയാണുള്ളത്? മാഞ്ഞു പോകുന്നതാണല്ലോ ഈ ലോകം. ബോർഡിൽ എഴുതി മായ്ക്കുന്ന മാതിരി നമ്മുടെ ജാഗ്രതയിൽ അങ്ങോട്ട് എഴുതി സുഷുപ്തി വരുമ്പോൾ മാച്ചങ്ങോട്ട് കളയാതെ ആ ഒരു ലോകം എന്ത് ലോകം? പോട്ടെ, ഈ ജാഗ്രതയിൽ കാണുന്നതോ നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സ് എന്ത് ചെയ്യണു? മനസ്സല്ലാതെ ആവുന്നില്ല. ഒരു പർവ്വതത്തെയോ സൂര്യനെയോ നോക്കി കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സൂര്യനങ്ങോട്ട് ആയിത്തീർന്ന് നിങ്ങൾക്ക് ചൂടും വേർപ്പൊക്കെ വരുന്നുണ്ടോ? സൂര്യപ്രകാശമോ കിരണങ്ങളോ തട്ടി ദേഹത്തിന് വേർപ്പ് തട്ടാം, മനസ്സിന് ചൂട് തട്ടുമോ? തട്ടില്ലല്ലോ. എന്താ സംശയം ഉണ്ടോ? തട്ടില്ല. അപ്പം മനസ്സിൻ്റെ പ്രതിഫലനമാണ് സൂര്യൻ, മനസ്സിൻ്റെ പ്രതിഫലനമാണ് സമുദ്രം, മനസ്സിൻ്റെ പ്രതിഫലനമാണ് വസ്തുക്കൾ. അങ്ങനെ എല്ലാറ്റെയും പ്രതിഫലിപ്പിക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ ഈ പ്രതിഫലനങ്ങൾ മുഴുവൻ എവിടെയാ? ഒക്കെ മനോമയമാണ്. അപ്പോൾ മനോമയമായിട്ടുള്ള പ്രതിഫലനത്തെ എങ്ങനെ നിങ്ങൾ അനവധി എന്ന് പറയും? അവിടെ വസ്തു ഒന്നല്ലേ ഉള്ളൂ, മനസ്സ് മാത്രമല്ലേ ഉള്ളൂ. അതെങ്ങനെ പലതായിത്തീരല്ലേ? അത് പലതായിത്തീരുന്നില്ല. പലത് എന്നുള്ള പ്രതീതി നിങ്ങൾക്ക് ജനിപ്പിക്കണം. യാവത് നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഹി ജാഗർത്യഭി സ്വപൻ അജ്ഞഃ. ജാഗർത്യഭി ഉണർന്നിരിക്കുന്നവനായാലും സ്വപൻ അയാൾ സ്വപ്നം കാണുന്നവനെ പോലെയാ. അജ്ഞഃ അറിവില്ലാത്തവനാ. കാണപ്പെടുന്നതെന്ത്? കാണുന്നവനാര്? കാണുന്നവനെ വിട്ടൊരു കാണപ്പെടലുണ്ടോ? ഈ ദൃശ്യത്തിന് സ്ഥായിഭാവമുണ്ടോ എന്ന് ചിന്തിക്കാത്തവൻ അജ്ഞഃ. സ്വപ്നേ ജാഗരണം യഥാ. സ്വപ്നം കാണുന്ന സമയത്തോ സ്വപ്നമല്ലാതെ ഉണർന്നിരിക്കണമെന്നാണ് നമ്മുടെ വിചാരം. ആ ഉണർന്നിരിക്കണു എന്നുള്ള വിചാരമാണ് അവിടെ. വാസ്തവത്തിൽ കാണുന്നത് സ്വപ്ന. അവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് എണീക്കുമ്പോഴാണ് അത് സ്വപ്നമായിത്തീരുന്നത്. അപ്പൊ സ്വപ്ന വസ്തുക്കളെ പരമാർത്ഥമെന്ന് വിചാരിക്കുന്നത് പോലെ ജാഗ്രത്യപി സ്വപൻ അജ്ഞഃ. അയാള് ജാഗ്രത അവസ്ഥയിലാണെന്ന് പറയണു, പക്ഷേ സ്വപ്നത്തിൻ്റെ ആ ഫലം, അതിനെക്കുറിച്ച് തത്വവിചാരമോ തത്വവിചിന്തനമോ ചെയ്യുന്നില്ല. ഞാൻ ഈ കാണുന്ന വസ്തുക്കൾ വാസ്തവത്തിൽ പുറത്താണോ അതോ അകത്തനുഭവിക്കുന്നതോ? അകത്തനുഭവിക്കുമ്പോൾ ഉള്ളിൽ സ്ഥൂലത്വം വേറെ ഒരെണ്ണം ഉണ്ടാവുമോ? ഒരു പർവ്വതത്തിനെ കാണുമ്പോൾ പർവ്വതം എന്ന് പറയുന്ന സ്ഥൂല പർവ്വതം നമ്മുടെ ഉള്ളിൽ കൂടില്ല. അപ്പം എൻ്റെ സൂക്ഷ്മ മനസ്സ് അതിൻ്റെ ഒരു പ്രതീതി രചിക്കുന്നതൊഴികെ പർവ്വതം ഒരിക്കലും അവിടെ കിടക്കുന്നില്ല. അപ്പം ഈ നാനാത്വം മുഴുവനും മനഃപ്രതിഫലനമാണെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു സത്ത മാത്രമല്ലേ അവിടെയുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അതാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ലോകോത്പത്തി എന്ന് പറയുന്നത് ഒരിക്കലും പ്രത്യക്ഷ വിഷയമാകില്ല. അപ്പോൾ അനുമാനമേ അവിടെ യേശു. അനുമാനിക്കാനായിട്ട് എന്താ വഴി? ജാഗ്രത അവസ്ഥയാണ് ലോകത്തെ പ്രസവിക്കുന്നത്. ജാഗ്രതത്തിൻ്റെ ഉദ്ഭവം നമുക്കറിയാം. എവിടെയാ? നമ്മുടെ ഉള്ളിൽ. ആരാ? അന്തരാത്മാവ്. അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലോകം ഉത്പത്തിയായ സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവുമായിരുന്നോ? ഇല്ല. ഇത് ലയിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പം അവിടെ അനുമാനമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അനുമാനം എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം എത്തുന്ന തീരുമാനം. അതിനുവേണ്ടി പ്രത്യക്ഷ വസ്തുതകൾ, അനുഭവ വസ്തുക്കൾ വേണം. ആ വസ്തുതയാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അനുഭവം. അപ്പോൾ ഈ 3 എണ്ണം കൊണ്ടാണ് നമുക്കിത് മുഴുവൻ മനസ്സിലാവുന്നത്.
അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിന് ജാഗ്രത ഉണ്ടായി, എന്തിന് സ്വപ്നമുണ്ടായി, എന്തിന് സുഷുപ്തി ഉണ്ടായി? ജാഗ്രത് എന്ന് പറയുന്നതിലാണ് അനവധി, അന്തം ഇല്ല, അനന്തത, അസംഖ്യം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ജാഗ്രത കൊണ്ടാണ്. പക്ഷെ അത് മുഴുവനും വാസ്തവമല്ല എന്ന് തെളിയാനാണ് എന്ത്? ഈ ഉറക്കം. എല്ലാം മാഞ്ഞുപോയി. ഇനി മനസ്സിന് സ്വന്തമായിട്ട് ഇങ്ങനെ രചിക്കാൻ പറ്റും എന്ന് അറിയിപ്പിക്കുന്നതാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉണ്ടാക്കിയത് ആരാ? പ്രജ്ഞയാണ്, കോൺഷ്യസ്നെസ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള ചേതനയാണിത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ചൈതന്യം. അത് മനസ്സിലാക്കി തരുള്ളൂ. അപ്പം പലതെന്നുള്ള വിചാരം യുക്തിപൂർവം നിങ്ങൾ നീക്കണം. നീക്കുന്നത് വരെ നമുക്ക് നേട്ടമില്ല എന്ന്. ഇതാരാ പറയുന്നത്? കൃഷ്ണനാ. കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനനോട് പറയുന്ന സമയത്ത് അദ്ദേഹം വളരെ യുക്തിസഹമായി പലതും പറഞ്ഞിട്ടുണ്ട്. ആ യുക്തിയൊക്കെ എത്രയോ ഇരട്ടി കവച്ചു വയ്ക്കുന്ന യുക്തി പ്രസ്താവനയാണ് ഇവിടെ ഞാൻ ഉദ്ധവഗീതയിൽ കാണുന്നത്. യാവന്നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഃ ജാഗർത്യപി സ്വപൻ അജ്ഞഃ സ്വപ്നേ ജാഗരണം യഥാ. സ്വപ്നത്തിൽ എണീറ്റ് നടക്കാറില്ലേ മനുഷ്യർ? അതുപോലെയൊക്കെയാണ് ഇവിടെ. നിങ്ങൾക്കിത് നല്ല പോലെ മനസ്സിലായോ? എന്തിനാണ് ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് 3 അവസ്ഥ നമുക്കുണ്ടായത്? ഈ 3 അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ അന്തരാത്മാവിൻ്റെ ശക്തിവിശേഷം, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ നിർമ്മാണ ശക്തി, ഇതൊന്നും നമുക്ക് വെളിപ്പെടില്ല. വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ 3 അവസ്ഥകൾ വേണം. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി ലയം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. ആരും അപ്പോൾ ഉണ്ടായിരുന്നില്ല, ഉണ്ടാവില്ല. അപ്പോൾ ഇത് അറിയാൻ എന്താ വഴി? ഇതാണ് അതിനുള്ള വഴി. യാവന്നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഃ ജാഗർത്യപി സ്വപന്നജ്ഞഃ സ്വപ്നേ ജാഗരണം യഥാ. അസത്വാത് ആത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിധാ ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ സ്വപ്നദൃശോ യഥാ. കൃഷ്ണൻ വിടുന്നില്ല കേട്ടോ. വലിയ പ്രസ്താവനയാണ്. അസത്വാത് ആത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിധാ. അസത്വാത് ആത്മനഃ അന്യേഷാം ഭാവാനാം. ആത്മാവല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് ഭാവനാരൂപത്തിലോ മറിച്ചോ അസത്വാത് സംഭാവ്യമല്ല. ഏകമേവാദ്വിതീയം ബ്രഹ്മ. ആത്മാ ഏകമാണ്. എന്താ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? അജോ നിത്യ ശാശ്വതോയം പുരാണോ നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലോയം സനാതനഃ. നിത്യ, എപ്പോഴും നിലനിൽക്കുന്നത്, സർവഗതഃ സർവവ്യാപി, സ്ഥാണുഃ അനക്കമില്ലാതെ നിശ്ചലമായിട്ട് നിൽക്കുന്നത്, അചലോയം സനാതനഃ ഒരു വൈബ്രേഷനോ ഒരു കുലുക്കമോ ഒരു അനക്കമോ ഇല്ലാതെ ഇരിക്കുന്നത്, സനാതനം എന്നേക്കുമുള്ളത്. ഇതൊക്കെയാണ് ആത്മാവിൻ്റെ വിവരണങ്ങൾ. അങ്ങനെയുള്ള ഒരു ആത്മാവുണ്ടല്ലോ, അത് വിട്ട് അന്യേഷാം ഭാവാനാം അസത്വാത്, ബാക്കി എല്ലാ ഭാവങ്ങൾ, ഈ ആത്മാന്ന് പറയുമ്പോൾ രണ്ടാമതൊരെണ്ണത്തിനെ പറ്റി പറയരുത്. അങ്ങനെ വരുമ്പോൾ ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടരെ? അതൊരു സത്യമാണല്ലോ. ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കൂ. ഗതയോ ഹേതവശ്ചാസ്യ. നമ്മൾ ഈ ഭൂലോകം വിട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഗമിക്കും. അതിനുള്ള വഴി ഇന്നതാണ്. ഇപ്പോൾ വേദങ്ങൾ വരെ സ്വർഗം കിട്ടാൻ വേണ്ടി ജ്യോതിഷ്ഠോമ യാഗം നടത്തണമെന്ന് പറയുന്നുണ്ട്. പല യാഗങ്ങളും ഉണ്ട്. ആ യാഗങ്ങൾ ചെയ്താൽ എന്തു വരും? മരിച്ചതിന് ശേഷം, ശരീരം വിട്ടതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള ഗതികളോ ഹേതവശ്ചാസ്യ, ആ ഗതി, ആ നേട്ടം, ആ പരിണാമം കിട്ടാൻ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, ഇതൊക്കെ മൃഷാ. കേൾക്കുന്നുണ്ടോ? മൃഷാ. ഇതൊക്കെ മിഥ്യയാണ്. ഇതിനൊന്നിനും വാസ്തവത്തിൽ ഒരു നിൽക്കക്കള്ളിയില്ല. ഇത് മനുഷ്യൻ്റെ മനസ്സിനെ മോഹിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. മോഹിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ സത്യം ഉപദേശിക്കുന്നുണ്ട് ഉപനിഷത്തിൻ്റെ ഭാഗത്തിൽ. ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ സ്വപ്നദൃശോ യഥാ. സ്വപ്നത്തിൽ പാവപ്പെട്ട ഒരുത്തൻ, ഒരു കൂലിവേലക്കാരൻ, കയ്യിലൊന്നുമില്ല, അയാൾ കിടന്നുറങ്ങി, എപ്പോഴും വേണം പണക്കാരനാവണം എന്നുള്ളൊരു വിചാരം. ഒരു ദിവസം വലിയ പണക്കാരനായി കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു ബംഗ്ലാവ് കെട്ടി. അത് എത്രയാ? 3 ഫ്ലോറാണ്. ലിഫ്റ്റും വെച്ചിട്ടുണ്ട്. അതൊക്കെ കെട്ടി, സോഫകളൊക്കെ മേടിച്ചിട്ടു. നല്ല കടകളിൽ പോയി തിരഞ്ഞെടുത്തിട്ടുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഭംഗിയായി. സോഫയുടെ ഇപ്പുറത്ത് ഞാനും ഉണ്ട്, അപ്പുറത്ത് നമ്മുടെ ഭാര്യയുണ്ട്, കുട്ടികളുമുണ്ട്. ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. കണ്ണാ തോന്നും ഒക്കെ പോയി. അതുപോലെ അത് ഈ പുറമേയുള്ള വസ്തുക്കൾ ഒന്നും നിങ്ങളുടെ ഉള്ളിൽ കിടക്കാൻ പോലില്ല.
ഉള്ളിൽ കടന്നിട്ട് ഒരു പണത്തൂക്കം നിങ്ങൾക്ക് നന്മയോ തിന്മയോ വരുത്തില്ല. ഒക്കെ യഥാസ്ഥാനത്ത് ഇരിക്കുകയുള്ളൂ. ഇത് ഏടിലോ പേജിലോ ഉള്ള പശു പുല്ല് തിന്നില്ല എന്ന് പറയും. അതേമാതിരിയാ. ചിത്രത്തിൽ വരച്ചിട്ടുള്ള പശു പുല്ല് തിന്നോ? തിന്നില്ല. സ്വപ്നത്തിലുള്ളതൊക്കെ പുല്ല് തിന്നോ? തിന്നില്ല. അതുപോലെയാണ് അവിടുത്തെ മൃഷ സ്വപ്നദൃശോ യഥാ. അപ്പം സ്വപ്നത്തിൽ ഒരാൾ പണക്കാരനായതുകൊണ്ട് എന്താ വിശേഷം? വിശേഷമൊന്നുമില്ലല്ലോ. അയ്യോ, സ്വപ്നത്തിൽ പണക്കാരനായപ്പോൾ അതിൻ്റെ ഒരു രുചിയും കൂടി കിട്ടി. അപ്പം ഞാൻ പണമില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം കൂടുകയുള്ളൂ. അപ്പം സ്വപ്നം കാണുന്നത് പോലെയാണ്. അസത്വാദാത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിത ഗതയോ ഹേതവശ്ചാസ്യ മൃഷ സ്വപ്നദൃശോ യഥാ. സ്വപ്നം കാണുന്നവനെ പോലെയാണ്. ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ആ അനുഭവത്തിൽ, അസ്തിത്വത്തിൽ നമ്മുടെ വെളിപ്പെടൽ അത് മനസ്സിലാക്കണം. എല്ലാം ഉൾക്കാഴ്ചയാണ്, ഉള്ളിലുള്ള പതിപ്പാണ്. ഇത് തന്നെയാണ് ഒന്നും കൂടി വിശദമാക്കുന്നത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. വളരെ വിശേഷപ്പെട്ടതാ. ഹംസഗീത എന്നാണ് ഇതിന് പേര്. ഹംസഗീത ആ ഹംസരൂപത്തിലാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. ഞാൻ ഹംസമായി ബ്രഹ്മാവിൻ്റെ അടുത്തും ശനകാദികളുടെ അടുത്തും ചെന്നു എന്നിട്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷ്ണന്റെ വാക്കുകൾ തന്നെയാണ്. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർ ഹൃദി തത് സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സയേക സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗേന്ദ്രിയേശഃ. ഇതേമാതിരി യുക്തിപൂർവം ഉദ്ബോധിപ്പിച്ച ഭാഗങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്താ? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോസ്തത്വദർശിഭിഃ. ആദ്യമായിട്ട് പറയാ കൃഷ്ണൻ. തത്വദർശികൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അടിസ്ഥാന തത്വമുണ്ട്. എന്താ? അസത്തിന് ഒരു കാലത്തും ഭാവം പ്രകടനമുണ്ടാവില്ല. സത്തിനാകട്ടെ പ്രകടനമില്ലായ്മയും ഉണ്ടാവില്ല. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സത് നെവർ സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് അസത് നെവർ കംസ് ഇൻ ടു എക്സ്പ്രഷൻ. അസത്തിന് ഒരു കാലത്തും പ്രകടനമോ അസ്തിത്വമോ ഉണ്ടാവില്ല. സത്തോ ഒരു കാലത്തും അനസ്തിത്വം അതിനുണ്ടാവില്ല. അപ്പം എന്താ ഫലത്തിൽ വരുന്നത്? സത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ആ സത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് സദ്ലക്ഷണം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം പ്രപഞ്ചം എങ്ങനെയാ? മിഥ്യയാണത്. ഇവിടെ അത് വെളിപ്പെടുത്തുക അദ്ദേഹം. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈഃ ഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സയേകഃ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗേന്ദ്രിയേശഃ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഈ ശ്രീമദ് ഭാഗവതത്തിൽ, ഭക്തിഗ്രന്ഥത്തിൽ എങ്ങനെയാ ഇങ്ങനെയുള്ള ജ്ഞാനചർച്ചകൾ കൊണ്ടുവന്നിരിക്കണതെന്ന് എല്ലാവരും ഇപ്പം എനിക്ക് എഴുതുന്നുണ്ട്. ഞങ്ങൾ ധാരാളം സപ്താഹം കേട്ടിട്ടുണ്ട് സ്വാമിജി. ഏകാദശം എന്ന് പറയുന്ന മുക്തിസ്കന്ധമുണ്ടല്ലോ. ഈ മുക്തിസ്കന്ധത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയില്ല. എപ്പോഴാണ് അറിയണത്? സപ്താഹം കേട്ട് തുടങ്ങിയിട്ട് കുറേ കാലമായി, ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ പതിവ് പോലെ ഒരു 20 കൊല്ലം മുമ്പ് കേൾക്കേണ്ടതായിരുന്നു ഇത്. എല്ലാവരും പറയുന്നത് യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ. ജാഗരേ യഹ ബഹിഃ അനുക്ഷണധർമ്മിണഃ അർത്ഥാൻ സമസ്തകരണൈഃ. എന്താ ഇതിൻ്റെ അർത്ഥം? ജാഗരേ ജാഗ്രത അവസ്ഥയിൽ ആരാണോ യഹ ബഹിഃ പുറത്ത് അനുക്ഷണധർമ്മിണഃ അർത്ഥാൻ സമസ്തകരണൈഃ ഭുങ്ക്തേ. നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഓരോന്നിനെയും അതേപോലെ മനസ്സിലാക്കി പല വിധത്തിലുള്ള പദാർത്ഥങ്ങളെയും ഭോഗവസ്തുക്കളെയും എല്ലാ കരണങ്ങൾ കൊണ്ടും ആരാണോ അനുഭവിക്കുന്നത്, കാണുന്നത്, ദർശിക്കുന്നത്. അപ്പം ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ വ്യവഹാരം ബഹുമുഖമാണ്. വളരെ കാലം, വളരെ നേരം നീണ്ടു നിൽക്കുന്നതാണ്. ആവർത്തിച്ച് ഉണ്ടാകുന്നതാണ് എന്ത്? ജാഗ്രത അവസ്ഥ. സുഷുപ്തിയും അതുപോലെയാണ്. സ്വപ്നത്തിന് മാത്രമേ ആ മാതിരിയുള്ള പൊതുസ്വഭാവമില്ലാതെ ആവർത്തന സ്വഭാവമില്ലാത്തതുള്ളൂ. അപ്പം ഈ ജാഗ്രത അവസ്ഥയിൽ മാറി വീണ്ടും യോ ജാഗരേ ബഹിഃ അനുക്ഷണധർമ്മിണഃ അർത്ഥാൻ. ഈ ബാഹ്യവസ്തുക്കളെ മുഴുവനും സമസ്തകരണൈഃ. അപ്പോൾ പുറമെ ഒരു സ്ഥൂലതയുണ്ട് ഇതിൽ. എല്ലാവർക്കും ഒരുപോലെ. എൻ്റെ കയ്യിലിപ്പോൾ ഒരു വാച്ച് ഉണ്ടെന്ന് വെച്ചോളൂ. ഈ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കാണാം. എന്താ? എല്ലാവരും ഒരുപോലെ ഉണർന്നിരിക്കുന്നു. അതിൽ ഒരാൾ കിടന്നുറങ്ങിയാലോ ആ വാച്ച് കാണില്ല.
അപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഒരേ വസ്തുക്കളെ ഒരേ പ്രകാരത്തിൽ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഉറങ്ങിയാലോ അതുണ്ടാവില്ല. അപ്പം നമ്മുടെ ഉണർവാണിത് കാണിച്ചു തരുന്നത്, അത് വിട്ടുകളയരുത്. അങ്ങനെ ഈ ജാഗ്രതാവസ്ഥയിൽ ആരാണോ ഇത് മുഴുവനും അനുഭവിക്കുന്നത്, ഭുങ്ക്തേ സമസ്തകരണൈഹി എല്ലാ വിധത്തിലുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടും, ഹൃദി തത് സദൃക്ഷാൻ സ്വപ്നേ, ഈ അനുഭവം മാത്രമേ നമ്മുടെ ജീവനുള്ളൂ. അല്ല, ജാഗ്രത അവസ്ഥയിൽ പുറം വസ്തുക്കളെ സമാനമായി എല്ലാവരും ഉണർന്നിരുന്നു കൊണ്ട് അനുഭവിക്കുന്നു. ഉറങ്ങുമ്പോഴോ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കിടന്നുറങ്ങുന്നത്. ആ ഉറക്കത്തിലാണ് ഇടയിലൊരു ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് സ്വപ്നം സംഭവിക്കുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ എന്താ ചെയ്യണത്? സ്വപ്നേ തത് സദൃക്ഷാൻ ഹൃദി ഭുങ്ക്തേ. ഈ ജാഗ്രത അവസ്ഥയിൽ എന്തെല്ലാം പദാർത്ഥങ്ങൾ നാം കാണുന്നുണ്ടോ അവയ്ക്ക് സമാനമായിരിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്വപ്നത്തിൽ ഉണ്ടാക്കുന്നത്. ആര്? നമ്മുടെ മനസ്സ്, ഉള്ളിലുള്ള ജീവൻ. അത് മുഴുവൻ അനുഭവിക്കുന്നത് എങ്ങനെയാ? ഹൃദയത്തിലാണ്. ജാഗ്രത അവസ്ഥയിലോ പുറത്താ. ഇപ്പം ഞാൻ ഒരു വാച്ച് കണ്ടു, എൻ്റെ കൂടെയുള്ളവരൊക്കെ അതേ വാച്ചിനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ അവിടെ വന്ന് തൊടും. സ്വപ്നത്തിൽ അതുപോലെ സാധ്യമല്ല. അവരവരുടെ ഹൃദയത്തിലാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. തത് സദൃക്ഷാൻ, ഈ ജാഗ്രത അവസ്ഥയിൽ കണ്ട വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളെ പോലെയുള്ള വസ്തുക്കളെയാണ് സ്വപ്നത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും. അപ്പം എന്തായി? ജാഗ്രത അവസ്ഥ ബാഹ്യാനുഭവങ്ങൾ രചിക്കുന്നു പൊതുസ്വഭാവത്തോടുകൂടി. സ്വപ്നമോ സമാനമായിരിക്കുന്ന ഉള്ളനുഭവം രചിക്കുന്നു, പൊതുസ്വഭാവമില്ലതാനും. സുഷുപ്ത ഉപസംഹരതേ, എന്നിട്ടോ അതും വേണ്ടാന്ന് വെച്ച് സുഷുപ്തിയിൽ, ഉറക്കത്തിൽ ഉപസംഹരതേ, എല്ലാറ്റിനെയും പിൻവലിച്ച് ബാഹ്യപ്രകടനവുമില്ല ആന്തരപ്രകടനവുമില്ല, രണ്ടും വേണ്ടാന്ന് വെച്ച് ഉപസംഹരിക്കുന്നുണ്ടല്ലോ. സ ഏകഃ, ഇതൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ ആളാണെന്ന്. ആര് ഉണർന്നിരുന്നോ ആ ആള് തന്നെയാണ് ഉറങ്ങുന്നത്. ആര് ഉണർന്നിരുന്നു ഉറങ്ങിയോ ആ ആള് തന്നെയാണ് സ്വപ്നം കാണുന്നത്. അതേ ആളാണ് ഇനി എണീറ്റ് വീണ്ടും ഉണർന്നിരിക്കാൻ പോകുന്നത്. സ ഏകഃ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേഷഃ. സ്മൃത്യന്വയാത്, നമ്മുടെ ഓർമ്മയെ വേണ്ടതുപോലെ അപഗ്രഹിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉറങ്ങിയവൻ ഞാനാണ്, സ്വപ്നം കണ്ടത് ഞാനാണ്, ഉണർന്നിരിക്കുന്നവനും ഞാനാണ്. അതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെ നല്ലപോലെ ഓർമ്മ വെച്ച് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേഷഃ, 3 ഗുണങ്ങളും വരുത്തി തീർക്കുന്ന വൃത്തികളുണ്ടല്ലോ, ആ വൃത്തികൾക്ക് സാക്ഷിയായി ഇന്ദ്രിയേശനായി, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധിപതിയായി അദ്ദേഹമാണ് അവിടെ ശോഭിക്കുന്നത്. ഈ ശ്ലോകത്തിന് നിങ്ങൾക്ക് നല്ലപോലെ അർത്ഥം മനസ്സിലായോ? അതോ ഞാൻ ഇനിയും വിവരിക്കണോ? എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കുക എന്ന് ചോദിച്ചുല്ലോ. തുര്യത്തിലിരുന്നു കൊണ്ട് എന്നാ പറഞ്ഞത്. തുര്യേ സ്ഥിതഃ ത്യജേന്ന്. ആ 4ാമത്തെ ഫാക്ടറിൽ ഘടകത്തിൽ നിന്നുകൊണ്ട് ബാക്കി 3നെയും വിടുക. എങ്ങനെ വിടുക? ഇവയൊന്നും എന്നിലുള്ളതല്ല, എന്നിൽ ഒട്ടുന്നില്ല. ഇവ ഞാൻ അകന്നിരിക്കുന്നവനാണ്. അകന്നിരിക്കുന്നവനായതിനാൽ ആ അകന്നിരിപ്പ് എനിക്ക് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ എടുത്തു മാറ്റുമൊന്നും വേണ്ട. ഞാനതിൽ പെടാത്തവനാണ്, സാക്ഷിയാണല്ലോ. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർ ഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏകഃ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേഷഃ. കൃഷ്ണൻ പറയുന്നത് ഈ വൃത്തത്തിൽ ഒരു 5-6 ശ്ലോകങ്ങളുണ്ട്. കൈവല്യ നവനീതം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ ഒരു ശങ്കുകവി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം വളരെ വിശേഷപ്പെട്ടതാണ്. സാധാരണ നമ്മളൊക്കെ ശങ്കരാചാര്യരുടെ കൃതികളെയൊക്കെയാണ് പറ്റി പറയുക. എന്നാൽ ഈ ശങ്കുകവി കൈവല്യ നവനീതം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ അത് ഒറിജിനൽ തമിഴിലാണ്. അതിനെ സംസ്കൃതത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് വേറൊരാൾ. അതിൽ നിന്ന് ഒരു ശ്ലോകം ഞാനിവിടെ പറയാം. ദേഹാദന്യോ നാസ്തി ദേഹീതി ചേത്വം സ്വപ്നേ കോവാ വേത്തി സർവം വികാരം സുപ്തൗ കോവാ ശൂന്യവേത്താ പ്രബോധേ ഗൃഹാത്യക്ഷൈഃ ദൃശ്യജാതം വദസ്വ. നിങ്ങൾക്ക് പലർക്കും തോന്നാം, സ്വാമിജി ഞങ്ങൾക്കൊരു ബുദ്ധിയുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കാം, മനസ്സുണ്ടെന്ന് സമ്മതിക്കാം, അഹങ്കാരമുണ്ടെന്നുകൂടി സമ്മതിക്കാം. ഇതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരീരവിലക്ഷണമായ ഒരു ആത്മാവുണ്ട്, അതാണ് ഞാൻ എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വിഷമമാണ്. ശങ്കുകവി ചോദിക്കുകയാണ്, ദേഹാദന്യോ നാസ്തി ദേഹീതി ചേത്വം. ദേഹത്തിൽ നിന്ന് വിലക്ഷണമായി
ദേഹി, ദേഹത്തിലുള്ളവൻ എന്നൊരാൾ ഇല്ല എന്ന് പറയുന്ന പക്ഷം, താൻ അങ്ങനെയാണ് പറയാൻ പോണത് എന്നുണ്ടെങ്കിൽ എനിക്ക് 3 ചോദ്യം ചോദിക്കാനുണ്ടെന്ന്. എന്താ ചോദ്യം? സ്വപ്നേ കോവാ വേത്തി സർവം വികാരം. ദേഹം ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുക, സുഖമായിട്ട് കിടന്നുറങ്ങണു, ഉണ്ട ചോറ് ദഹിച്ചിട്ടും കൂടിയില്ല, അപ്പോഴാ കൂടുതൽ സ്വപ്നവും കാണും. ആ സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലുള്ള വികാരം മുഴുവനും ആരാ മനസ്സിലാക്കിയത്? ദേഹം ഇവിടെ കിടന്നുറങ്ങണു, അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദേഹത്തിലുള്ളത് എന്താ? 5 ഇന്ദ്രിയങ്ങൾ. ആ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതോ പുറം വസ്തുക്കൾ, അകത്തുള്ളത് കാണാൻ ഒന്നുമില്ല അവിടെ നമ്മുടെ കയ്യിൽ. കിടന്നുറങ്ങുന്നവനോ കണ്ണടച്ചിട്ടാണ് കിടന്നുറങ്ങണത്, അപ്പം അയാൾക്ക് കാണാൻ പറ്റില്ലല്ലോ, പറ്റില്ല. എന്നാൽ സ്വപ്നത്തിൽ പലതും കാണുന്നില്ലേ? ഉവ്. അപ്പം ആ കാണുന്ന ആളാരാ? ദേഹാണോ? മറുപടി പറയൂ. ദേഹാദന്യോ നാസ്തി ദേഹീതി ചേത്വം സ്വപ്നേ കോവാ വേത്തി സർവം വികാരം സുപ്തൗ കോവാ ശൂന്യവേത്ത. ഇനി കിടന്നുറങ്ങുമ്പോഴോ ഒന്നും അറിയാതെ ഞാൻ മെയ് മറന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ശൂന്യം, ഒന്നുമില്ലാത്തൊരു നില, അതാണ് എനിക്ക് ഉറക്കത്തിൽ എന്ന് പറയുന്നത് ആരാ? ദേഹത്തെയും കൂടി മറന്നിട്ടാണല്ലോ ഉറങ്ങണത്. അവിടെ ദേഹമില്ല, മനസ്സുമില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ലോകമില്ല. എന്നാലും ഉറങ്ങി എണീറ്റിട്ട് ഞാൻ ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അവിടുത്തെ ശൂന്യത്തിനെ അറിയുന്ന ഒരു ശൂന്യവേത്താവുണ്ട്. ഗൃഹാത്യക്ഷൈ ദൃശ്യജാതം വധസ്വ പ്രബോധേ. ആ ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റ് പ്രബോധാവസ്ഥയിലെത്തിയതിന് ശേഷം ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ ആളാരാ? ദേഹം കൂടാതെ ഒരു ദേഹി ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന പക്ഷം ഈ ഉറക്കാനുഭവം ആർക്കുണ്ടായി? ശരീരവും കൂടി ഇല്ലാത്തൊരു നില. ഈ ശരീരമല്ലാതെ വേറെ ഒരു ശരീരം ചിച്ച് സ്വപ്നാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാരാ? ആ ആള് തന്നെയല്ലേ ഈ പ്രപഞ്ച വസ്തുക്കളെ മുഴുവൻ 5 ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതും. അപ്പം ദേഹത്തിൻ്റെ ഉള്ളിൽ ദേഹം വിട്ടൊരു ദേഹിയില്ല എന്ന് പറയണത് ശരിയല്ല. ആ ദേഹിയാണ് ഇവിടെ പറയണത്. സ്മൃതി അന്വയാ ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഇന്ദ്രിയാധിപതി. ത്രിഗുണവൃത്തി, ഈ ഗുണങ്ങളും ഗുണങ്ങളുടെ വൃത്തികളും എല്ലാം വരുത്തി തീർക്കുന്നത് ഈ ഒരൊറ്റ ആളാണ്. എവിടെയത്? ശരീരത്തിൻ്റെ ഉള്ളിൽ. പിപ്പലായനൻ നവയോഗി സംവാദത്തിൽ പറയുണ്ടായി. എന്താ പറഞ്ഞത്? ഇതേമാതിരി സമാനമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഇത് നവയോഗി സംവാദത്തിൽ പിപ്പലായനൻ പറയുന്നതാണ്. ഞാനിത് ആ സമയത്ത് പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ അർത്ഥം പറഞ്ഞ് അങ്ങോട്ട് പോവാൻ നമുക്ക്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചൈതന്യമുണ്ടല്ലോ, അത് ദേഹത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതിൻ്റെ പ്രവൃത്തിയും സാധ്യതയും പരിമിതമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്ഥിതി ഉദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ. ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്കും ഉദ്ഭവത്തിനും പ്രളയത്തിനും ഹേതുവാണ്. എന്നാലോ സ്വയം തനിക്കൊരു ഹേതു ഇല്ലതാൻ. എ കോസ്ലെസ് കോസ് എന്ന് പറയുന്നുണ്ടല്ലോ. യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. ആ പ്രപഞ്ചഹേതുവാണ് സ്വപ്നത്തിലും ജാഗ്രത്തിലും സുഷുപ്തിയിലും പ്രകടമാകുന്നത്, പുറത്തും. അപ്പം എവിടുന്ന് തുടങ്ങി? ഈ വിശ്വം വിശ്വം എന്ന് പറയുന്ന പരപ്പുണ്ടല്ലോ, അതിൻ്റെ ഉദ്ഭവത്തിനും പ്രളയത്തിനും സ്ഥിതിക്കും കാരണമായിരിക്കുന്ന ആ പൊരുളാണ് സ്വപ്നവും ജാഗ്രത്തും സുഷുപ്തിയും പുറമേയും ഉണ്ടാക്കുന്നത്. ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന. അതിൻ്റെ പ്രഭാവത്താലാണ് ദേഹവും ഇന്ദ്രിയങ്ങളും പ്രാണവും മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്നത്. സഞ്ജീവിതാനി തദവേഹി. ഈ അവയവങ്ങളെ മുഴുവൻ ഉജ്ജീവിപ്പിക്കുന്നതാരോ ആ ആളെ മനസ്സിലാക്കൂ ഹേ നരേന്ദ്ര. നിമി ചക്രവർത്തേ, എന്തു മനസ്സിലാക്കണം? തദവേഹി പരം. അതാണ് ഇവിടെ പരമമായിരിക്കുന്ന പൊരുൾ. അപ്പം എവിടുന്ന് പുറപ്പെട്ടു, എവിടെ അവസാനിച്ചു? ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുവാണെന്ന് പറഞ്ഞു. അവസാനമോ ജാഗ്രസ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളെ രചിക്കുന്നതും അത് തന്നെ. അതാണ് നമ്മുടെ ശരീരത്തെയും അവയവങ്ങളെയും എല്ലാം ഉജ്ജീവിപ്പിക്കുന്നത്. അപ്പം എവിടെ പോയി കാര്യങ്ങൾ? ഈശ്വരൻ എന്ന് പറയുന്നത് പുറത്തന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണോ അതോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തേടി കണ്ടുപിടിക്കേണ്ടതോ?
അതാണ് നമ്മുടെ ഭക്തന്മാർ പോലും പറയുന്നത് പരമശിവനെ സ്തുതിക്കുന്ന സമയത്ത്. വ്യാസമഹർഷി രചിച്ചിട്ടുള്ള ഒരു ശിവമാനസ പൂജയിലത്തെ ശ്ലോകമാണിത്. മുമ്പും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ. ആത്മാത്വം ഗിരിജാമതി സഹചരാഹ പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. സാധാരണ ഈ ശിവൻ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലിരിക്കുന്നു, പാർവതിയാണ് അദ്ദേഹത്തിൻ്റെ പത്നി എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പം. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ആദ്യം നമ്മുടെ ഭക്തി ഒരു കല്ലിനെയോ ഒരു പടത്തെയോ നോക്കിയാവും. ആ ആരാധിക്കുന്നവൻ്റെ മനസ്സ് ശുദ്ധമായി വിപുലമായ ആശയങ്ങൾ മനസ്സിലേക്ക് പ്രവേശിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ പടത്തിനെ നോക്കി ആരാധകൻ സ്തുതിക്കുന്നത് മുഴുവനും സർവവ്യാപകത്വം കൽപ്പിച്ചു കൊടുത്തിട്ടായിരിക്കും. പിന്നെയും മേപ്പെട്ട് പോകുമ്പോൾ മനസ്സിലാവും ഈ പടത്തിനെ കാണുന്നതും ലോകത്തിനെ കാണുന്നതും കാട്ടിത്തരുന്നതുമൊക്കെ എൻ്റെ ഉള്ളറയാണ്. ആ ഉള്ളറയുടെ പിന്നിലുള്ള പ്രഭാവമാണ് ശരിയായിട്ടുള്ള ഈശ്വരൻ എന്ന് തോന്നി തുടങ്ങും. അങ്ങനെ തോന്നി പറയുന്ന ഒരു പ്രസ്താവനയാണത്. ആത്മാത്വം ഗിരിജാമതി സഹചരാഹ ആത്മാത്വം. ഹേ ശംഭോ, അങ്ങ് വാസ്തവത്തിൽ ആരാന്നറിയോ? ആത്മാവാണ്. ഗിരിജാമതി, ബുദ്ധിയാണ് അങ്ങയുടെ കൺസോർട്ട്, അങ്ങയുടെ പത്നി പാർവതി. സഹചരാഹ പ്രാണാഹ, അങ്ങ് പോകുന്നിടത്തൊക്കെ സഹചരന്മാരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ, അതാണ് പഞ്ചപ്രാണങ്ങൾ. പ്രാണാശരീരം ഗൃഹം, ശരീരമാണ് അങ്ങയ്ക്കുള്ള വാസകേന്ദ്രം. പൂജാതേ വിഷയോപഭോഗരചന, അങ്ങയ്ക്ക് എന്തെങ്കിലും പൂജ ഞാൻ നൽകുന്നുണ്ടെങ്കിൽ വിഷയോപഭോഗരചന, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനായി എന്തെല്ലാം ഇവിടെ ഒരുക്കു കൂട്ടുന്നുണ്ടോ അതൊക്കെ അങ്ങയ്ക്കുള്ള പൂജയാണ്. എവിടെയായി ഇന്ദ്രിയങ്ങൾ? ശരീരത്തിൽ. അതിനെ ഉജ്ജീവിപ്പിക്കുന്നത് ആരാ? അങ്ങ്. വിശപ്പും ദാഹവും ജനിപ്പിക്കുന്നത് ആരാ? അങ്ങ്. കഴിക്കുന്ന ഭക്ഷണം പഞ്ചപ്രാണങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിക്കുന്നതാണ്. അപ്പോൾ ഈ വാസ്തവത്തിൽ ഞാൻ എൻ്റെ വിശപ്പിന് വേണ്ടി കഴിക്കുന്നതാണോ? അല്ല. ഇത് കഴിക്കാനുള്ള ഒരു കൃത്യം എന്നിലുണ്ടെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പൂജാതേ വിഷയോപഭോഗരചന. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്? എല്ലാവരും ഈ ശ്ലോകം പറയും, ഇങ്ങനെ സ്തുതിക്കും, എന്ന് പറയും. അതിലർത്ഥം ഉണ്ടപ്പാ. നമ്മൾ നമ്മുടെ ശരീരത്തിൽ വിശപ്പ് തോന്നി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ ഭക്ഷണം കഴിക്കുന്നത് അന്തരാത്മാവിൻ്റെ പ്രകാശം നിലനിൽക്കാനാണ് എന്ന് പറഞ്ഞ് കഴിക്കണം. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് നമുക്ക്. വിഷയോപഭോഗരചന, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ വേണ്ടതുപോലെ നോക്കിയാൽ ഒരു ബിംബത്തിന് അഭിഷേകവും പൂജയൊക്കെ ചെയ്ത് നോക്കുന്ന മാതിരിയുള്ള ഫലമാണ്. അത് മനസ്സിലാക്കണമെന്ന് മാത്രം. വിഷയോപഭോഗരചന നിദ്ര സമാധിസ്ഥിതി. ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? ബാഹ്യ താത്പര്യങ്ങളും ബന്ധങ്ങളും എല്ലാം വിട്ട് അവനവൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൻ്റെ തലത്തിൽ ചേർന്ന് അമർന്നിരിക്കുക, അതാണ് ഉറക്കം. അതാണ് പറഞ്ഞത് സമാധിസ്ഥിതിയാണത്. സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധി, കാല് നടക്കുമ്പോഴൊക്കെ അങ്ങേ പ്രദക്ഷിണം വയ്ക്കലാണ്. സ്തോത്രാണി സർവാഗിരോ, എൻ്റെ വായിൽ നിന്ന് എന്തെല്ലാം പുറപ്പെടുന്നുണ്ടോ അതൊക്കെ അങ്ങ് വെളിപ്പെടുത്തുന്നതും പ്രകടമാക്കുന്നതുമായ ശബ്ദ തോരണങ്ങളാണ്. സ്തോത്രാണി സർവാഗിരോ, അങ്ങേ സ്തുതിക്കാനുള്ള സ്തോത്രങ്ങളാണ്. ചുരുക്കി യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം, എന്തെല്ലാം കർമ്മം ഞാൻ ചെയ്യുന്നുണ്ടോ അത് മുഴുവനും അങ്ങയ്ക്കുള്ള ആരാധനമാണ് ഹേ ശംഭോ. നോക്കൂ, ഭക്തി തുടങ്ങണത് എവിടെ, അവസാനിക്കുന്നത് എവിടെ? ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകത്തിൻ്റെ ഇതിനുമായിട്ട് എന്താ വ്യത്യാസം? ഇവിടെ പറയണു ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്നതാണ് ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ പ്രകടമാകുന്നത്. ആ പ്രകടമാകുന്ന ആ വിശേഷപ്പെട്ട ചൈതന്യമുണ്ടല്ലോ, ആ ചൈതന്യം അതാണ് ഈശ്വരൻ. ആത്മാവാണ് അങ്ങ് ഇവിടെ പറയും.